നമ്മളങ്ങനെ കാത്തിരുന്ന 16 സീരീസ് ഇനി ഇറങ്ങാൻ വിപണിയിൽ ഇറങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുള്ളൂ. 16 പ്രോ അതേപോലെ 16 ഒക്കെ വെറൈറ്റി കളറിൽ സാധനങ്ങൾ ഇപ്പം ഇനി ഇറങ്ങാനുണ്ട്. അപ്പോൾ എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. നമ്മളെ കയ്യിൽ 15 പ്രോ മാക്സ് ആണ്. ഇതും 16 പ്രോയും 16 പ്രോ മാക്സ് ഒക്കെ നമുക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളി. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ ഷെബിയ? 16 പ്രോയും 16 സീരീസിൽ തന്നെ ഇപ്പോൾ കളേഴ്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പറ. പുതിയൊരു കളർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈറ്റാനിയത്തിൽ തന്നെ ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറഞ്ഞൊരു കളർ വന്നിട്ടുണ്ട്. അതായത് ഒരു ഗോൾഡൻ ടച്ചുള്ള നമ്മളെ ഡെസേർട്ടിലെ മണൽ ആ ഒരു കളറിലാണ് ഒരു പുതിയ കളർ വന്നുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് മാറ്റം വന്നത് ഈ സൈഡിൽ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മൾ ക്യാമറ അത് ശരി കേട്ടോ. ക്യാമറ നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് തന്നെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും അത് പറ്റും. ആ ക്യാമറ അതിൻ്റെ ക്യാമറേൻ്റെ ഓരോ മോഡ്യൂൾസും കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ പോർട്രേറ്റ് മോഡ് ആ മോഡ്സ് മാറ്റാം. അതുപോലെ ഫിൽറ്റേഴ്സ് പുതിയ കുറേ ഫിൽറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഫിൽറ്റേഴ്സ് വന്നിട്ടുണ്ടല്ലേ? പുതിയ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ നമ്മൾ നോർമലി ഐഫോണിൽ കാണുന്ന അങ്ങനത്തെ ഫിൽറ്റേഴ്സ് അല്ല ഇപ്പോൾ ഇതിലുള്ളത്. അതിൽ തന്നെ അതായത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ ലൈറ്റ് റൂമിൻ്റെ ഒക്കെ പോലെ തന്നെ ഏകദേശം ഒരു അതായത് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഫോട്ടോസ് ആപ്പ് അതിൽ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, അതായത് മാക്രോ ലെൻസ്. അല്ല, അപ്പം ഞാൻ ചോദിക്കണേ, ഇപ്പോൾ ഈ 15 പ്രോ മാക്സിൽ എത്ര മെഗാ പിക്സൽ ആയിരുന്നു? അത് 12 മെഗാ പിക്സലിൻ്റെ ആയിരുന്നു വൈഡ് ആംഗിൾ ക്യാമറ. അതുപോലെ ടെലിഫോട്ടോ 12 ആണ് ഇപ്പോൾ ഇതിലുള്ളത്. അതുപോലെ മെയിൻ ക്യാമറ മാത്രമാണ് 14 മെഗാ പിക്സൽ ഇതിൽ വരുന്നത്. പക്ഷേ അത് രണ്ടെണ്ണം ഇപ്പോൾ 16 പ്രോ മാക്സിൽ വന്നപ്പോൾ 2 ക്യാമറ 48 1 12, അതായത് ടെലിഫോട്ടോ മാത്രം 12 ബാക്കി രണ്ടും 48 മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 48 അതും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതന്നെയാണ് ഇതിലെ വലിയ ഒരു മാറ്റം. അതുപോലെ തന്നെ നമുക്ക് 4K 120 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും വീഡിയോ. അതായത് അപ്പോൾ ആദ്യം എത്രയായിരുന്നു? അത് 60 ഫ്രെയിം പെർ സെക്കൻഡ് ആയിരുന്നു മാക്സിമം വന്നിരുന്നത്. അപ്പോൾ അത് 120. അപ്പോൾ അതായത് അത്രയും ഫയൽസും കാര്യങ്ങളും. അതായത് ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഇവൻറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മ്യൂസിക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത്. അത് ഇംഗ്ലീഷ് ആൽബം സോങ് അതിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ആ ഒരു കാര്യങ്ങളും അതായത് ഇപ്പോൾ എന്തിനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ. അതായത് നമുക്കിപ്പോൾ ഐഫോണ് വന്നത് മുതലേ നമുക്കറിയാൻ പറ്റും. 7+ മുതലേ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ക്യാമറയുടെ കാര്യത്തിൽ ആപ്പിൾ ഐഫോണ് മുന്നിലേക്കാണ്. അപ്പോൾ ഒരുപാട് കമ്പാരിസൺ ഈ ഒരു ടൈമിൽ ആൻഡ്രോയിഡ് ഫോണിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ഈ ഒരു ആപ്പിൾ ഫോണിന് കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാവരും. പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സാധനം കിട്ടുള്ളൂ അല്ലേ? പ്രീ ബുക്കിംഗ് തുടങ്ങുന്നത് സെപ്റ്റംബർ 13-ാം തീയതി. അതായത് UAE സമയം 4 മണിക്കാണ് നമുക്കിവിടെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട്. ഇതേ സമയത്ത് നമുക്ക് നാട്ടിലും കിട്ടുമല്ലോ അല്ലേ? നാട്ടിലും അതേ ഡേറ്റിൽ നമുക്ക് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ ഒന്നും കൂടെ പെട്ടെന്ന് സാധനം ഇവിടെ പെട്ടെന്ന് അവൈലബിലിറ്റി ഉണ്ട്. കാരണം ആപ്പിൾ സ്റ്റോറൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെയാണ് ഫസ്റ്റ് വരല്ലേ. ഓൾമോസ്റ്റ് ദുബായിലാണ് ഫസ്റ്റായിട്ട് ഐഫോൺ ലോഞ്ച് ആവുന്ന സമയത്ത് ആദ്യം ഇവിടെയാണ് കിട്ടൽ. അപ്പം ഒരുപാട് ബുക്ക് ചെയ്തതിന് ശേഷം പോയിട്ട് വേണം നമ്മൾ എടുക്കാൻ. പിന്നെ ഇപ്പം ഈ ഒരു 15 പ്രോ മാക്സും അതേപോലെ 16 പ്രോ മാക്സും ഒന്ന് ഇതിൽ ലെങ്ത്തിൽ അല്ലെങ്കിൽ വെയിറ്റിലൊക്കെ മാറ്റമുണ്ടോ? അതായത് 6 ഗ്രാം കൂടിയുണ്ട്. വെയിറ്റ് വൈസിൽ 6 ഗ്രാം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ സൈസിൽ 6.7 എന്നുള്ള 6.9 ഇഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് 16 പ്രോ മാക്സിൻ്റെ കേസിൽ. ഇപ്പോൾ കുറച്ചും കൂടി വലുപ്പം ഒരു ഡിസ്പ്ലേ സൈസ് കൂടി അതായത് 2 ഇഞ്ച് 0.2 ഇഞ്ച് കൂടിയുണ്ട്. അതുപോലെ തന്നെ പ്രോന്റെ കേസിലാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ 15 പ്രോ ആണ്. 15 പ്രോ ഈ പ്രോന്റെ കേസിലാണെങ്കിൽ 6.1 എന്നുള്ള 6.3, അതായത് അതും 2.2 ഇഞ്ചസ് കൂടിയുണ്ട്. നമ്മളെ ഡിസൈനിൽ പ്രത്യേകിച്ചിട്ട് മാറ്റങ്ങളൊന്നും ഇതിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഡിസൈനിൽ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഡിസൈൻ അത് അവരൊരു ട്രേഡ് മാർക്ക് ഡിസൈൻ പോലെ തന്നെ ആയിപ്പോയത്. അത് കുറച്ച് മുമ്പ് ഈ ഒരു അറിയാലോ നമ്മളെ 5S ആ ഒരു പഴയ ഒരു ഡിസൈനിൽ ഈ ബോക്സ് ടൈപ്പിൽ വന്നാണ്. പക്ഷേ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇപ്പുറത്തെ ഒരു എക്സ്ട്രാ സൂമിങ് ചെയ്യാനും ഇതാക്കാൻ ക്യാമറ കൺട്രോൾ ചെയ്യാൻ ബട്ടൺസ് കംപ്ലീറ്റ് ടച്ച് കൺട്രോൾ ആണ് വരുന്നത്. അതായത് നമുക്കൊരു പ്രസ്, അതായത് സിംഗിൾ പ്രസ്സിൽ ക്യാമറ ലോഞ്ചിങ്ങും അതുപോലെ ബാക്കിയൊക്കെ ടച്ച് കൺട്രോൾ. അതായത് സൂം ചെയ്യാനെങ്കിൽ ഒക്കെ ടച്ചിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് GB ഇപ്പോൾ അതായത് 128 ഇതിൽ 16 പ്രോയിൽ ഉണ്ടാവും. 16 പ്രോയിൽ 128 ഉണ്ട്. പ്രോ മാക്സിലാവുമ്പോൾ 256 ആണ് ബേസ് വേരിയന്റ് തന്നെ. പ്രോ മാക്സിൽ നമ്മളിപ്പോൾ 128 ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. അതിൽ 15 പ്രോ മാക്സിൽ 128 ഉണ്ടായിരുന്നു. 128 വന്നിട്ടില്ല. അപ്പോൾ മാക്സ് സീരീസിൽ കംപ്ലീറ്റ്ലി 15 പ്രോ മാക്സ് മുതൽ അവർ 256 ആക്കിയിട്ടുണ്ട് ബേസ് വേരിയന്റ്. അപ്പോൾ ബേസ് വേരിയന്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു 256 മുതലാണ് നമുക്ക് 15 പ്രോ മാക്സും അതേപോലെ 16 പ്രോ മാക്സും പ്രോ ഉണ്ട് 128 ഉണ്ട്. പ്രോ മാക്സ് സീരീസിൽ
നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതിൽ 1 TB വരെ ഉണ്ട് ഇപ്പം നിലവിൽ 1 TB വരെ ഉണ്ട്. അതിൽ കളറാട്ടോ വെറൈറ്റി. എല്ലാവരും ഇപ്പോൾ ആ ഒരു കളറിൻ്റെ ആ ഒരു ഇതാണ് ഉള്ളത്. മെയിനായിട്ട് പോവാ. നമുക്കൊരു ഈ ഒരു കളറിനൊരു ടച്ച് ഉണ്ട് ഇതിലെ. ഗോൾഡ്, അതായത് നമ്മളെ ഡെസേർട്ട് സാൻഡിന്റെ കളറാണ്. നമുക്ക് ഈ ഒരു കളറിനോട് ഇപ്പോൾ ഒരു ടച്ച് ഉണ്ട്. ഇതിപ്പോൾ 30 Pro ഇത് ഗോൾഡ്, പക്ക ഗോൾഡ്. ഇതിനൊക്കെയായിട്ട് കുറച്ച് ഓറഞ്ച് ടച്ച് ഉണ്ടാവും. അതായത് ഈ ഗോൾഡിലേക്ക് ഒരു ഓറഞ്ച് മിക്സ് വന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും ആ കളർ ഏകദേശം. ഇതിന്റെ സെൽഫി ക്യാമറയെ കുറിച്ചിട്ട് 16 Pro എങ്ങനെയാണ് ഇപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പുറത്ത്? ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിൽ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്തില്ല. ഒക്കെ സെയിം തന്നെയാണ് വന്നുള്ളത്. അതായത് ഓട്ടോ ഫോക്കസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമുക്ക് മാക്രോ ലെൻസിൽ, അതായത് അൾട്രാ വൈഡിൽ ഓട്ടോ ഫോക്കസ് കൊണ്ടുവന്നുണ്ട്. അതായത് ഫസ്റ്റ് ആയിട്ടാണ് അൾട്രാ വൈഡിൽ ഓട്ടോ ഫോക്കസ് അവർ കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആപ്പിൾ ഇന്റലിജൻസ് ആണ് സംഭവം. അതാണ് അവർ മെയിനായിട്ട് ആ ഇവന്റ് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്ത് AI. ആപ്പിൾ അത് എന്താണ് ഈ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി എന്ന് പറഞ്ഞാൽ? അതായത് AI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് അവർ, അതായത് നമ്മളെ സിരി ഉണ്ടല്ലോ, ഇതിൽ സിരി എഴുതുന്നത് അവർ കംപ്ലീറ്റ്ലി സിരിനെ ഒരു എഞ്ചിനാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് അതിൽ നമുക്ക് സിരിനോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ സിരി ചെയ്തിരും. ഒരു സബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, അതായത് നമുക്കൊരു ലീവിന് വേണ്ടി നമുക്ക് കമ്പനിക്ക് ഒരു മെയിൽ അയക്കണം. അപ്പോൾ ആ കാര്യം സിരിനോട് പറഞ്ഞാൽ അതുപോലെ ടൈപ്പ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇടാവുള്ളൂ. 16 Pro സീരീസിൽ അല്ലെങ്കിൽ 16 സീരീസിൽ മാത്രമേ ഉള്ളൂ. അതായത് 15 Pro, 15 Pro Max, 16, 16 Plus, 16 Pro, 16 Pro Max ഈ 6 ഡിവൈസിലാണ് അത് കിട്ടുക. നോർമലി 15ഉം 15 പ്ലസും അതിന്റെ താഴോട്ടുള്ളവർക്ക് അത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ഇതിലാണ് കിട്ടും. പിന്നെ ഏതാ ഫോട്ടോത്തിന്റെ കാര്യത്തിൽ എന്താ AIന്റെ ഒരു ഫോട്ടോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? അതായത് ഇപ്പോൾ നമ്മൾ അതിൽ തന്നെ നമ്മൾ ക്യാമറ ആപ്പ് ലോഞ്ച് ചെയ്തിട്ട് നേരെ നമ്മളൊരു സാധനം ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഷോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അത് എപ്പോഴാണ് ക്ലോസ് ആവുക, എപ്പോഴാണ് ഓപ്പൺ ആവുക, കാര്യങ്ങൾ, അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്. അതായത് നോർമലി നമ്മളെ ഗൂഗിൾ ലെൻസ് പണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആപ്പിളിൻ്റെതായ എഞ്ചിനിൽ ഇപ്പോൾ വരികയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം, ജെനിമോജി. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അനുസരിച്ച്, അതായത് നമുക്കൊരു ഇമോജിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണോ അതുപോലെ നമുക്ക് ആ ഇമോജിനെ കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ നമ്മളൊരു ഇമോജി അയക്കുകയാണെങ്കിൽ അതിൽ നമുക്കിപ്പം, അതായത് ഇപ്പോൾ നോർമലി ഒരു സ്മൈലിക്ക് നമുക്കൊരു ക്യാപ്പ് ഇടണം. അതായത് ഇമോജി, സ്മൈലിംഗ് ഇമോജി വിത്ത് ക്യാപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്യാപ്പ് വരും. നമ്മൾ വാട്സപ്പിൽ നമ്മൾ ഇപ്പോൾ ഇതേപോലെ നമ്മളൊരു ഒരു ഇമോജി അയക്കുമല്ലോ, ആർക്കെങ്കിലും ഒരു ഇമോജി അയക്കുമ്പോൾ ഒരു സ്മൈലായാലും സങ്കടത്തിൻ്റെ ആയാലും നമുക്ക് മുകളിൽ ക്യാപ്പൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഇതിൽ നമ്മൾ എന്താണോ കീവേഡ് ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു ഇമോജി അവർ ഉണ്ടാക്കി തരും. പിന്നെ ബാറ്ററി ബാക്കപ്പിൽ എന്തെങ്കിലും മാറ്റമുണ്ട്? ബാറ്ററി ബാക്കപ്പിൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 17% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 15 Pro Maxനേക്കാളും ഒരു 17% അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ഇപ്പോൾ സൈറ്റിൽ ഇപ്പോൾ കാണിക്കുന്നത് അങ്ങനെ തന്നെ ഉണ്ടാവില്ല? അതെ, ഒരു 33 hours ഓഫ് വീഡിയോ പ്ലേ ബാക്ക് ആണ് അവർ കാണിക്കുന്നത്. ടോട്ടലായിട്ട് 33 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്ക് അവർ കാണിക്കുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പിൽ അത്യാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വെയിറ്റും അതും ഇതൊക്കെ സെയിം. വെയിറ്റ് ഒരു 6 ഗ്രാം അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനേക്കാൾ ഒരു 6 ഗ്രാം, അതായത് സൈസിൽ വ്യത്യാസം വന്നപ്പോൾ ഒരു ചെറിയ വെയിറ്റിലും വ്യത്യാസം വന്നിട്ടുണ്ട്. 6 ഗ്രാം ഇൻക്രീസ്, അപ്പോൾ കുറച്ചൊരു കനം ഉണ്ടാവും അല്ലേ? അതായത് 227 ഗ്രാം ആണെന്ന് തോന്നുന്നു. 221 ആണ് ഇത് വരിക. അപ്പോൾ അതിനെക്കാട്ടും ചെറിയൊരു മാറ്റങ്ങളിലാണ് ഇപ്പോൾ 16 Pro Max ഇതാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കുറേ ആൾക്കാരത്തൊക്കെ ഡമ്മി ഫോണുകളും കാര്യങ്ങളൊക്കെ കിട്ടി, നമ്മളെ കയ്യിൽ ഇപ്പോൾ ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങൾ ഇത് ഇന്നലെയല്ല നമ്മളിത് വന്നത്, മിഞ്ഞാന്ന് രാത്രി ലോഞ്ചായി. ഇപ്പോൾ ഇന്നലെ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുന്നതാണ്. പിന്നെ പ്രൈസ് റേഞ്ചിൽ വന്ന ഇപ്പോൾ 50 Pro Max അതേപോലെ 60 Pro Max തമ്മിലുള്ള എത്ര വ്യത്യാസമുണ്ട്? ലോഞ്ചിങ് ടൈമിലുള്ള പ്രൈസിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കറക്റ്റ് ആ ഒരു റേഞ്ച് തന്നെയാണ് പോയുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഭാവിയിൽ അവർ ടാക്സും കാര്യങ്ങളും കുറയ്ക്കുമ്പോൾ പ്രൈസ് റെഡ്യൂസ് ആവുന്നതാണ്. എന്തായാലും നമ്മളിപ്പോൾ ഫോൺ എടുക്കാൻ 16 Pro എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൺഫേം ആണ് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് ഏകദേശം 5100 ദിറംസ് 15 Pro Maxനുണ്ട്. 5100 ദിറംസ്, അതായത് നാട്ടിൽ തന്നെ 1,40,50,000 റുപ്യേൻ്റെ അടുത്ത് ആ ഒരു സാധനത്തിന് റേറ്റ് ഉണ്ട്. അതേപോലെ ഇത് ഇറങ്ങുന്ന സമയത്ത് നല്ല റേറ്റ് ഉണ്ടാവും. പിന്നെ ഇനി എന്തായാലും ഒരു 2-3 മാസം പിടിക്കും ഇത് ഡൗൺ ആയി വരാൻ. പിന്നെ ഇവരെല്ലാവരും കാത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡലിന് വില കുറയുള്ളൂ. അതെ, പഴയ മോഡലിന് വില കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 15 Pro Max അതുപോലെ iPhone 13 ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്തു. അതായത് ഇപ്പോൾ അത് പ്രൊഡക്ഷനിലില്ല. അപ്പം നോർമലി ഇനിയിപ്പോൾ ഉള്ള സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ റേറ്റിലാവും പോവുക. ഏറെ കുറേ കാലത്തോളം ഇനിയിപ്പോൾ അതേ റേറ്റിലാവും പോവുക. കാരണം പ്രൊഡക്ഷൻ ഇല്ലാത്ത ഫോൺസ് എങ്ങനെ റേറ്റ് കുറയാം? കാരണം അവരുടെ ഭാഗത്ത് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടൂല. അത് ഇങ്ങോട്ട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അത് ഞാൻ ബെനോടനെ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും ചോദ്യങ്ങൾ നമുക്ക് കിട്ടുന്നത് എന്താ? വില കുറയൂ എന്നുള്ളതാണ്. ആൾക്കാരിപ്പോൾ പർച്ചേസ് ചെയ്യാതെ നിൽക്കുന്നതും കാര്യങ്ങളും. അതിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ
ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ വില നമുക്ക് എത്രയാണ് ഏകദേശം 4250 ദിറംസ് 15 പ്രോ മാക്സിന് 256 GB TR സ്പെക്കിന് തന്നെ വരുന്നുണ്ട്. TR എന്ന് പറഞ്ഞാൽ ദുബായിൻ്റെ അല്ലേ. ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് 15 പ്രോ മാക്സ് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വരെ 14 പ്രോ മാക്സ് കൊടുത്തപ്പോൾ നമ്മൾ 4100 ദിറംസ് വരെയല്ലേ പോയിട്ടുള്ളൂ. അതായത് പ്രൊഡക്ഷൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോൺ വരാനില്ലല്ലോ, അപ്പോൾ ഉള്ള സ്റ്റോക്ക് ആ റേറ്റിൽ തന്നെ പോകുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാം, നമുക്ക് നോൺ ആക്റ്റീവ് സീരീസ് ഇറങ്ങുന്ന സമയത്ത് കാത്തിരിക്കാൻ പറ്റും. അത് ആപ്പിൾ വെയറിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ വരുന്ന സീരീസ് ആണ്. ഇപ്പോൾ നമുക്ക് 15 പ്രോൻ്റെ സാധനം നോൺ ആക്റ്റീവ് സീരീസ് വന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ 12 പ്രോ വന്നിരുന്നു നോൺ ആക്റ്റീവ്, പിന്നെ 30 പ്രോ വന്ന് 12 പ്രോ നിന്ന് 30 പ്രോ നിന്ന് ഇപ്പോൾ 12 ഉണ്ട്, ഇപ്പോൾ 40 പ്രോ നോൺ ആക്റ്റീവ് ഉണ്ട്. അങ്ങനെ നോൺ ആക്റ്റീവ് സീരീസ് ആണ് ഇനി വന്നുകൊണ്ടിരിക്കുക. പ്രൈസ് റേഞ്ചിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും ഫോണും 16 പ്രോ മാക്സ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൊടുക്കാമല്ലോ അവർക്കില്ലേ. അതായത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചെയ്തോളി. നമ്മൾ കറക്റ്റ് അതായത് ഇറങ്ങുന്ന ദിവസം അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് നമ്മൾ സാധനം നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതാവും. അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ 16 പ്രോ 60 പ്രോ മാക്സ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്സ്. അപ്പോൾ ഫോണിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു റിവ്യൂ ആണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് 60 പ്രോ മാക്സിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിയത് പഠിക്കുന്നത്. അതിന് മനസ്സിലായ കാര്യം ഇതാണ്, ക്യാമറയിൽ നല്ല മാറ്റങ്ങൾ തന്നെയാണ് ആപ്പിൾ കൊണ്ടുവരുന്നത്. അത് ഫ്യൂച്ചർ ഒരു നല്ലോണം കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. പിന്നെ വിലയിൽ പ്രൈസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഹൈ ആയിട്ട് തന്നെയാണ് വരുന്നത്. 50 പ്രോ മാക്സ് ഒക്കെ വരുന്ന പ്രൈസ് തന്നെ 5100 ദിറംസ്. അതേപോലെ 16 പ്രോ മാക്സ് കേട്ടോ, 16 പ്രോ തന്നെ വരുന്നതുണ്ട് 4700 ദിറംസിനടുത്ത് 16 പ്രോ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈസിൽ. അപ്പോൾ പഴയ മോഡൽസിന് വില ഡൗൺ ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 50 ദിറംസേ മാറ്റങ്ങൾ വരുള്ളൂ. അതിപ്പോൾ തന്നെ അല്ല, ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഫോണ് നല്ല അഭിപ്രായങ്ങളാണ്. ഇനി നമ്മൾ അത് എടുത്തിട്ടുള്ള റിവ്യൂ നമ്മൾ പറയും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ മോഡൽസ് നമ്മളെന്തായാലും അത് എടുത്ത് ഉപയോഗിച്ചിട്ട് ശേഷം നിങ്ങളോട് റിവ്യൂ പറയേണ്ടത്, ക്യാമറ കമ്പാരിസനൊക്കെ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ആപ്പിൾ ലവേഴ്സ് എല്ലാവരും ആപ്പിൾ ലവേഴ്സാണ്. എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ 16 പ്രോൻ്റെ അന്ന് ഇനി അടുത്ത വീഡിയോ കാണാം.